അല്ല ഇവിടെ ചിയ സീഡ്സ് ഉണ്ടോ? ആ ഓക്കെ ഓക്കെ, ഇതാണ് ചിയ സീഡ്സ് അല്ലേ? ആൾക്കാർ വാങ്ങാറുണ്ടോ? എന്തിനാ അത് വാങ്ങിക്കൊണ്ടുപോണേ? ഇത് ശരീരത്തിലെ കൊഴുപ്പ് പോവാൻ. ശരീരത്തിലെ കൊഴുപ്പ് പോകാനൊക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു മാജിക്കൽ ഫോർമുലയാണ് ചിയ സീഡ്സ്. ഏതായാലും ഞാൻ ചിയ സീഡ്സ് വാങ്ങി ഒന്ന് പരീക്ഷണത്തിന് മുതിരുകയാണ്. വെരി 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 എങ്ങോട്ട് ഇത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. എങ്ങനെ ഉപയോഗിക്കും നിങ്ങൾ? എന്തൊക്കെ ആയിട്ട് ഉപയോഗിക്കല്? ഇത് പിന്നെ കഞ്ഞി വെക്കുന്ന മാതിരി തിളപ്പിച്ച് കഴിക്കുന്നു. ഇതെങ്ങനെ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാറ്? ഒരു ലേശം എടുക്കും, ഒരു 2-3 സ്പൂണ് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിടുക. കഞ്ഞി വെക്കുന്ന മാതിരി പതച്ചിങ്ങനെ വരും. ഇതല്ലേ? അത് നമ്മള് തണുത്തിന് ശേഷം ഇറക്കി കഞ്ഞി കുടിക്കുമ്പോൾ കുടിക്കാം. അങ്ങനെ കുടിക്കാം. ഇതിൽ വേറെ ഒന്നും മിക്സ് ഒന്നും ചെയ്യണ്ട. അപ്പൊ നിങ്ങൾ തടി കുറച്ചതിന്റെ പിന്നിൽ രഹസ്യം ചെയ്യാൻ ഷുഗർ ഉള്ളവർക്ക് ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെനിഫിറ്റ് ഇത് ഉപയോഗിച്ചിട്ട് ഇതിന്റെ എഫക്ട് ഉള്ളവരോട് സംസാരിക്കുന്നതാണ്. ഇത് ഷുഗർ ഉള്ള കഴിക്കുമ്പം ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതുകൊണ്ടല്ലേ? ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമുക്ക് ഈ ചില ഷുഗറുള്ള ആളുകൾക്ക് ഒരു രാവിലെ 10 മണി കഴിഞ്ഞ ഒരു ക്ഷീണമായിരിക്കും. ആ സമയത്ത് ഇത് കുടിച്ചു കഴിഞ്ഞ ഒരു ഉന്മേഷം കിട്ടും. ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന വെറുതെ അല്ല, നമ്മൾ കഞ്ഞി വെക്കുന്ന മാതിരി വെക്കാതെ. അല്ല, അപ്പൊ കൊറേ വേണ്ടി വരും. നമുക്ക് കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ലേശം മതി. ഇതിങ്ങനെ തിളച്ചൊരു ബബിള് പോലെ ആയി. ഏതായാലും ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാനൊന്ന് ഉണ്ടാക്കി വെക്കട്ടെ. ഇത് വെള്ളത്തിലിട്ട് ഈ ചിയ സീഡ് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് നേരം വെച്ചു. അപ്പം ഇങ്ങനെ ബബിൾ രൂപത്തിൽ ഈ കിസ്മിസ് ഒക്കെ ഇട്ടാൽ എങ്ങനെ ആ രൂപത്തിലായിരിക്കും. ഇതിപ്പോൾ ഒരു കഞ്ഞി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. മനോഹരമായിട്ടുള്ള ഒരു ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ മധുരമൊക്കെ ഇട്ടറിഞ്ഞുള്ള ടേസ്റ്റ് ഇല്ല എന്നൊക്കെയാണ് എല്ലാവരും പറയാറുള്ളത്. പക്ഷേ ചെറിയൊരു ടേസ്റ്റൊക്കെ ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ചിയ സീഡ്സ് ഞാൻ വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് അല്ല, ഒരു പ്രത്യേക സുഖമുണ്ട്. നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ചവച്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആസ്വാദനം ഉണ്ടല്ലോ, അത് കിട്ടുന്നുണ്ട്. ഇനി എന്തായാലും നമുക്കിതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ചും പലരും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചാണ് ആദ്യം ചിന്തിക്കുക. അതൊരു ഹ്യൂമൻ നേച്ചറാണ്. അതിനെക്കുറിച്ച് അവസാനമായിട്ട് നമുക്കൊന്ന് പറയാം. ഓക്കെ, കാണാൻ ഇത്തിരി കുഞ്ഞനാണെങ്കിലും ഈ ഒരു ചിയ സീഡിൽ പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിൽ ധാരാളം ബി വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട്, ബി കോംപ്ലക്സ്. പിന്നെ ഒരുപാട് മൂലകങ്ങളായിട്ടുള്ള കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീനും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഇത് ഒരുപാട് ഫൈബേഴ്സ് അല്ലെങ്കിൽ നാര് അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷ്യവസ്തു കൂടിയാണ്. അടങ്ങിയിട്ടുള്ള പ്രോട്ടീനും നാരും നിങ്ങൾ എന്തിനു സഹായിക്കും എന്നറിയോ? നിങ്ങളതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വയറ് ഫില്ലായി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളത്തിൽ നിങ്ങൾ കണ്ടല്ലോ, ഇതിങ്ങനെ ഫില്ലായി കിടക്കുന്നത് അതേപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവുകയും അതെന്താവും, നിങ്ങൾക്ക് അമിതമായി ഭക്ഷണം കഴിക്കാനുള്ളൊരു ആർത്തി ഇല്ലാതാവുകയും അത് വണ്ണം കുറക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇതിലടങ്ങിയിട്ടുള്ള നാര് നമ്മുടെ നല്ലൊരു ദഹനം നടക്കാൻ സഹായിക്കും എന്നുള്ളത് മാത്രമല്ല, ഇതിലടങ്ങിയുള്ള ഒമേഗ-3 ഫാറ്റി ആസിഡ് കൊണ്ട് നമുക്ക് എന്താ ഉപകാരം? നമുക്കറിയാം, ഒമേഗ-3 ഫാറ്റി ആസിഡ് നമ്മളെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫാറ്റി ആസിഡാണ്. അപ്പോൾ അതിൻ്റെ ഉപകാരം അതുകൊണ്ട് കിട്ടും. അതുപോലെ പ്രമേഹ നിയന്ത്രണത്തിന്, നമ്മുടെ നേരത്തെ സഹോദരൻ പറഞ്ഞതുപോലെ പ്രമേഹ നിയന്ത്രണത്തിനും ഈ ചിയ സീഡ്സ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത സമയത്ത് ഇത് കുടിച്ച് തീർത്തു പോയി. നമ്മൾ കണ്ടല്ലോ, ഈ ജെല്ല് രൂപത്തിൽ ഇതിങ്ങനെ വീർത്ത് വരുന്നുണ്ടല്ലോ. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ജലത്തിൽ ചേർത്ത് ഇത് കഴിക്കുകയാണെങ്കിൽ ഈ ജലത്തെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ കുറച്ച് സമയം വൈകുന്നത് കൊണ്ട് എന്താവും, നമ്മളെപ്പോഴും ജലാംശം നിലനിർത്താൻ ഇത് സഹായിക്കും. ചിയ വിത്തലുകൾ നമുക്കറിയാം ആൻറ്റി ഓക്സിഡൻറ്റുകൾ സമ്പന്നമാണ്. അപ്പം നമുക്ക് ഈ വാർദ്ധക്യം പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്നത് തടയാനും ഇത് ഇടയ്ക്കിടയ്ക്ക് പല ഭക്ഷണങ്ങളിലായിട്ട് ഉൾപ്പെടുത്തുന്നത് കൊണ്ടോ ഇനി നേരത്തെ ഞാൻ കഴിച്ചതുപോലെ ഇങ്ങനെ കഴിച്ചത് കൊണ്ടോ സാധ്യമാവും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഇതിലൊരുപാട് കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് പോലത്തെ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതെന്തിനാ സഹായിക്കുക? നമ്മുടെ എല്ലുകൾക്ക് നല്ല ഉറപ്പ് നൽകാൻ സഹായിക്കുന്ന മൂലകങ്ങളാണ്. നേരത്തെ നമ്മുടെ സഹോദരൻ പറഞ്ഞല്ലോ, ഒരു ദിവസം മുഴുവൻ ഇത് ഊർജ്ജം സപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. സത്യമാണ് കേട്ടോ. അത് എന്താ കാരണം എന്നറിയോ? ഇതിലടങ്ങിയിട്ടുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീന്, അതുപോലെ ഈ നാര്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു കോൺസ്റ്റൻറ്റ് എനർജി സപ്ലൈ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും.
അതാണിത് കഴിച്ചാൽ ക്ഷീണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിന് ഇതിലടങ്ങിയ വൈറ്റമിൻസും ഇതിലടങ്ങിയിട്ടുള്ള ഒമേഗ ഫാറ്റി ആസിഡുകളും മറ്റും സഹായിക്കുന്നുണ്ട്. ഈ ചിയ സീഡ്സ് ഞാൻ പറഞ്ഞ നേരത്തെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വേണം അങ്ങനെ കഴിക്കാം. കഞ്ഞി രൂപത്തിൽ നേരത്തെ ചൂടാക്കിയതുപോലെ അങ്ങനെ കഴിക്കാം. ഇനി നിങ്ങൾ മറ്റൊരു കഞ്ഞി ഉണ്ടാക്കണമെങ്കിൽ ആ കഞ്ഞിയിലേക്ക് ഇത് മിക്സ് ചെയ്ത് കഴിക്കാം. ഇനി നിങ്ങൾ മസാല ദോശയും ചായയാണ് കഴിക്കുന്നെങ്കിൽ ഈ മസാല ദോശൻ്റെ കൂടെ അത് മിക്സ് ചെയ്യാം. ഇനി നിങ്ങൾ പൊറോട്ട കഴിക്കുകയാണെങ്കിൽ ഈ പൊറോട്ടൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് ചിയ സീഡ്സ് ആഡ് ചെയ്തുകൊണ്ട് പൊറോട്ടയിൽ നാര് കിട്ടില്ല എന്നൊക്കെയുള്ള കംപ്ലയിൻറ്റ്സ് വേണം അങ്ങനെ നികത്താം. അപ്പോൾ ഈ നാരില്ലാത്ത മൈദ ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ അത് ചേർത്ത് കഴിക്കുമ്പോൾ എന്താ ഒരു മെച്ചം? നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന നാര് ചെറിയൊരളവിലെങ്കിലും സപ്ലൈ ചെയ്യാൻ ചിയ സീഡ്സ് ആഡ് ചെയ്യുന്നുണ്ട് സാധ്യമാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ എഫക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ കേട്ടത് ഇതിൻ്റെ സൈഡ് എഫക്റ്റുകളെ കുറിച്ച്. അമിതമായി കഴിഞ്ഞാൽ അമൃതും വിഷം എന്ന് കേട്ടതുപോലെ അങ്ങനത്തെ ഒരു സ്വഭാവം അല്ലാതെ അല്ലാണ്ട് ഇത് കുറച്ച് കഴിക്കുന്നത് കൊണ്ട് ഗുണങ്ങളല്ലാതെ ഉപദ്രവങ്ങൾ ഇതുകൊണ്ടില്ല കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഒരുപാട് ഫൈബർ അല്ലെങ്കിൽ നാരടങ്ങിയത് കൊണ്ട് തന്നെ ഇത് ധാരാളം ജലാംശം ചേർത്ത് കഴിക്കുന്നില്ലെങ്കിൽ അത് ചില ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിന് നിങ്ങൾ എന്താ ചെയ്യുക? എപ്പോൾ ചിയ സീഡ്സ് കഴിക്കുമ്പോഴും അതിൻ്റെ കൂടെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ അപൂർവം ചില വ്യക്തികൾക്ക് ഏതൊരു ഭക്ഷണത്തിൽ നിന്നും അലർജി വരാം. നമ്മൾ മീൻ കഴിച്ചിട്ടോ അങ്ങനെ പലതും കഴിച്ചിട്ടൊക്കെ കേൾക്കാറുണ്ടല്ലോ. അല്ലെങ്കിൽ ചിലർക്ക് നിലക്കടല കഴിച്ചാൽ അലർജി വരും, ചിലർക്ക് മറ്റ് ഭക്ഷണം. അതുപോലെ ചില ആൾക്കാർക്ക് ചിയ സീഡ്സ് കഴിച്ചാലും അലർജി വരും. അപ്പോൾ ചിയ സീഡ്സ് കഴിച്ചതിന് ശേഷം വല്ല ചൊറിച്ചിലോ ഇവിടെ വീക്കമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്വാസമുട്ടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അവർക്കിത് കഴിക്കാൻ പാടില്ല, അവർക്കിതിന് അലർജി ഉണ്ട് എന്നാണ് അർത്ഥം. പിന്നെ ചിയ സീഡ്സ് അതും ചെറിയൊരളവ് കഴിക്കുന്നതുകൊണ്ടൊന്നും ഈ പാർശ്വഫലം ഉണ്ടാവില്ലല്ലോ. ധാരാളം കഴിക്കാൻ പാടില്ലാത്തൊരു അവസ്ഥ ഉണ്ട്. അത് ഇതിന് ബ്ലഡ് തിന്ന് ചെയ്യാൻ, ബ്ലഡിനെ കട്ടി കുറയ്ക്കാനുള്ള ഒരു എഫക്റ്റ് ഉണ്ട് ഇതിലടങ്ങിയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡുകൾക്ക്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഹൃദയാഘാതം മറ്റുണ്ടായാലൊക്കെ ഈ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടി മെഡിസിനൊക്കെ കഴിക്കുന്നവർക്ക് ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് രണ്ടും കൂടിയും ഇൻട്രാക്ഷൻ ഉണ്ടാക്കിയിട്ട് കൂടുതൽ ബ്ലീഡിങ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ കുറേ ബ്ലീഡിങ് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർ, ചില ഹീമോഫീലിയ പോലത്തെ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു തിന്നായി കഴിഞ്ഞാൽ കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാവും. അതൊക്കെ അപൂർവം ചിലർക്ക് മാത്രം ഉണ്ടാകുന്ന പാർശ്വഫലങ്ങളാണ്. അതായത് ഭൂരിഭാഗം മനുഷ്യന്മാർക്കും അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ചിയ വിത്തുകളിൽ ധാരാളം കലോറി അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഓവർ കലോറി നമ്മുടെ ശരീരത്തേക്ക് ചെന്ന് നേരെ വിപരീത ഫലം ഉണ്ടാകുക, അമിതമായി വണ്ണം കൂടുന്നൊരവസ്ഥ വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ആ മരുന്നുകളോട് ചെറിയ ഇൻട്രാക്ഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിയ വിത്തുകളൊക്കെ കൂടുതൽ കഴിക്കുന്ന ആൾക്കാർ ഇത് കാണിക്കുന്ന ഡോക്ടറുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് വേണം കഴിക്കാൻ. എന്തായാലും ചെറിയൊരളവിൽ ഈ പറഞ്ഞ പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, ബി ഹെൽത്തി, ബൈ.